പ്രശസ്ത ചലച്ചിത്ര നടി ഷൗക്കാർ ജാനകി അന്തരിച്ചു. ഓർമ്മയായത് മമ്മൂട്ടിയുടെ അമ്മയായി മലയാളികളുടെ മനം കവർന്ന അതുല്യ പ്രതിഭ. ദക്ഷിണേന്ത്യൻ സിനിമയിലെ അതുല്യമായ അഭിനയ ജീവിതത്തിനാണ് വെള്ളിയാഴ്ച തിരശ്ശീല വീണത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് നടി ജാനകിയെ ഈ ആഴ്ച ആദ്യം ചെന്നൈയിലെ അൽവാർപേട്ടിലെ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് അന്ത്യം. 94 വയസ്സായിരുന്നു. 1931 ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിലായിരുന്നു ജാനകിയുടെ ജനനം. ശങ്കരമഞ്ചി ജാനകി എന്നതാണ് യഥാർത്ഥ പേര്. 1947 ശങ്കരമഞ്ചി ശ്രീനിവാസറാവുവിനെ വിവാഹം കഴിച്ചു. LV പ്രസാദ് സംവിധാനം ചെയ്ത സൗക്കാർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ 1950 ജാനകി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 1952 വളയപതി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലും 1964 പുറത്തിറങ്ങിയ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ജാനകി അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ സൂര്യമാനസം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പട്ടുറുമീസ് എന്ന കഥാപാത്രത്തിന്റെ അമ്മവേഷത്തിലൂടെയാണ് ജാനകി മലയാളികൾക്ക് ഏറെ പരിചിതമായത്. വൈകാരിക നിമിഷങ്ങൾ ഏറെയുള്ള ചിത്രത്തിലെ ജാനകിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ശിവാജി ഗണേശൻ, NT രാമറാവു, A നാഗേശ്വര റാവു, ഡോക്ടർ രാജ്കുമാർ തുടങ്ങിയ അതികായന്മാർക്കെല്ലാമൊപ്പം ജാനകി അഭിനയിച്ചിട്ടുണ്ട്. 1991 തമിഴിൽ ദൂരദർശൻ സംപ്രേക്ഷണം ചെയ്ത ഊരന്തിര രഹസ്യം എന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ രംഗത്തേക്കും പ്രവേശിച്ചു. 2023 പുറത്തിറങ്ങിയ നന്ദിനി റെഡ്ഡിയുടെ തെലുങ്ക് ചിത്രം അന്നിമിഞ്ചി ശകുനമുലയായിരുന്നു സൗക്കാർ ജാനകിയുടെ അവസാന ചിത്രം. സിനിമയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി 2022 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നന്ദി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ താരത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൊച്ചുമകൾ വൈഷ്ണവി അരവിന്ദും അഭിനയ രംഗത്തെത്തിയിരുന്നു. സൂര്യമാനസം സിനിമയിൽ ജാനകിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് വൈഷ്ണവിയായിരുന്നു. ഷൗക്കാർ ജാനകി വിട പറയുമ്പോൾ അവസാനിക്കുന്നത് ഒരു അഭിനേത്രിയുടെ ജീവിതം മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.